വീണ്ടും 7:30 അതുകൊണ്ട് തന്നെ വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട ലെറ്റ്സ് ഡാൻസ് ടീം മറ്റൊരു സിസ്ലിംഗ് എപ്പിസോഡുമായി. സോ ഇന്നത്തെ എപ്പിസോഡിലെ അടിപൊളി കാഴ്ചകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം സ്വാഗതം സ്വാഗതം. വെൽക്കം ടു യെറ്റ് അനദർ സൂപ്പർ എപ്പിസോഡ് ഓഫ് യുവർ ഫേവറേറ്റ് ഷോ. ദിസ് ഈസ് ലെറ്റ്സ് ഡാൻസ് സീസൺ 3. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. കാര്യം നമ്പർ 1 ഇസ് ഡെഫിനറ്റ്ലി ആ കോമ്പറ്റീഷൻ ആൻഡ് കണ്ടസ്റ്റൻസ്. നമ്മളിപ്പോൾ കോമ്പറ്റീഷൻ്റെ ഏത് ലെവലിലാണ് നിൽക്കുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്നത് കോമ്പറ്റീഷൻ്റെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ലെവലിലാണ്, വിച്ച് ഇസ് സെമി ഫൈനൽസ് ലാസ്റ്റ് ഫേസ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റൻസിൻ്റെ എണ്ണം 8 ആണ്. ഗെറ്റിംഗ് ബാക്ക് ടു ആ ലെവൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലെവൽ ഓരോ കണ്ടസ്റ്റൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. ബിക്കോസ് സെമി ഫൈനൽസ് തന്നെ നമ്മൾ 3 ഫേസ് ആക്കേണ്ട റീസൺ പല എപ്പിസോഡ്സിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐ വുഡ് ലവ് ടു റിപ്പീറ്റ് ഇറ്റ്. ഇറ്റ്സ് സിംപ്ലി ബിക്കോസ് നമ്മുടെ കണ്ടസ്റ്റൻസ് കൺസിസ്റ്റൻ്റ് അല്ല എന്നുള്ള റീസൺ കൊണ്ട് തന്നെയാണ്. പലരുടെയും പെർഫോമൻസ് ചില സമയത്ത് ഇങ്ങനെയാണ്, ചില സമയത്ത് ഇങ്ങനെയാണ്, ചില സമയത്ത് കാണാനില്ല, ചില സമയത്ത് ഭയങ്കരമായിട്ട് നിറഞ്ഞാടുന്നു. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ് വിത്ത് ദം. ബട്ട് സ്റ്റിൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ 3 ഫേസിലൂടെ അവരെ റിഫൈൻ ചെയ്ത് എടുത്ത് അവരിൽ നിന്ന് ബെസ്റ്റ് കണ്ടസ്റ്റൻസ് തന്നെ ഫിനാലിലേക്ക് പോകണം എന്നൊരു തീരുമാനം എടുത്തത്. ആൻഡ് പതിൽ വിപരീതമായി ഇന്നത്തെ എപ്പിസോഡിൽ 3 പെർഫോമൻസ് ഇല്ല. കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് 2 പെർഫോമൻസേ ഉള്ളൂ. ആ 2 പെർഫോമൻസിനും തയ്യാറായി നമ്മളെ 2 പെർഫോമേഴ്സും നിൽക്കുന്നു. അവരെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാം. വരൂ വിനോദ്, വരൂ അനീഷ്, വരൂ പ്രതീഷ്. Let's get started. നമ്മുടെ കോമ്പറ്റീഷൻ ഇതാ ഇവിടെ ആരംഭിക്കുന്നു. ആരംഭം കുറിക്കാനായി ഒറ്റയ്ക്ക് മത്സരിക്കാൻ വരുന്നു നമ്മളുടെ സൂപ്പർ കണ്ടസ്റ്റന്റ് ആയ വിനോദ്. ഹായ്, അടുത്തായി ഞങ്ങളില്ല. ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് എക്സാമിനേഷൻ റൗണ്ടാണ്. കേട്ടിടത്തോളം ഒരു എക്സാമിൻ്റെ ഭീതിയാണ്. എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പെർഫോം ചെയ്യാൻ ശ്രമിക്കും. എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം. വിനോദേ, വിനോദാതിര എന്ന് വിളിച്ച് ശീലമായിപ്പോയി. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് വിനോദിനെ ഒറ്റയ്ക്ക് കാണുമ്പോൾ. ആതിര സുഖമില്ലാതിരിക്കുകയാണ്. വേറൊന്നുമല്ല, ബൈക്ക് ആക്സിഡന്റ് ആയില്ലേ? നിങ്ങൾ ഒരുമിച്ച് പോയപ്പോഴാണോ ആക്സിഡന്റ് ആയത്? യെസ്, ഇവർ ഒരുമിച്ച് പോയപ്പോൾ ബൈക്ക് ആക്സിഡന്റ് ആയി. ഒരാൾക്ക് മാത്രമേ ഭാഗ്യം കൊണ്ട് പറ്റിയുള്ളൂ. ആതിരയുടെ കാല് ഫ്രാക്ചറാണ്, റെസ്റ്റിലാണ്. ഡാൻസ് കളിക്കാൻ ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് വിനോദ് ക്വിറ്റ് ചെയ്യാതെ സെമി ഫൈനൽസ് ലാസ്റ്റ് ഫേസിൽ മത്സരിക്കണമെന്ന വാശിയോടെ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. സോ ഫിനാലെ എന്നൊരു പ്ലാറ്റ്ഫോം ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഓരോ പെർഫോമൻസും നിങ്ങളുടെ കാഴ്ചവെക്കുന്നത് വളരെയധികം വാല്യൂബിൾ ആണ്. സ്പെഷ്യലി നിങ്ങളുടെ നാട്ടുകാർക്ക് നിങ്ങളെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന് കോട്ടൊന്നും വരുത്തണ്ട അല്ലേ? വിനോദിൻ്റെ എക്സാമിനേഷൻ റൗണ്ടാണ്. എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? പഠിത്തമുണ്ടോ അതോ? ഇല്ല, ഞാൻ ഡിപ്ലോമ ചെയ്യായിരുന്നു. കംപ്ലീറ്റ് ചെയ്തില്ല. എല്ലാവരും അങ്ങനെ തന്നെ. ഓക്കെ, അതിൽ എക്സാമിനേഷൻ ഒക്കെ വല്ലതും എഴുതിയിട്ടുണ്ടോ അതോ അതും ഇല്ല? സാറില്ല, ഇങ്ങനെ ഒരു അവസരങ്ങൾ കിട്ടിയല്ലോ. നല്ലൊരു അടിപൊളി എക്സാമാണ് ആദ്യമായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഡാൻസ് സീസൺ 3 പരീക്ഷ. സോ പാനലാണ് ചെയ്യുന്നത്. ഓവർ ടു ദി എക്സാമിനേഴ്സ്. ഹായ് വിനോദ്, ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? +2 പഠിക്കുമ്പോഴാണ് മാസ്റ്റർ ഞാൻ ആദ്യമായിട്ട് ഡാൻസ്. അപ്പോ ഒരു 3-4 വർഷമായി ഡാൻസ് പഠിക്കുന്നുണ്ട് അല്ലേ? 5 വർഷം. എന്തെങ്കിലും പ്രോപ്പർ സ്കൂൾ അല്ലെങ്കിൽ പ്രോപ്പർ എന്തെങ്കിലും ട്രെയിൻ എടുത്തിട്ടുണ്ടോ? കാസർഗോഡ് പറഞ്ഞില്ലേ? കാസർഗോഡിലെ ഡാൻസ് സ്കൂളിൽ ട്രെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ വെറുതെ നോർമലായിട്ട്? ഇല്ല മാസ്റ്റർ, നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഒരു ഡാൻസ് സ്കൂളോ അങ്ങനെ ഒരു ഡാൻസിൻ്റെതായ ഒരു ഫ്ലോർ ഇല്ല. സത്യം പറഞ്ഞ ഇല്ല. സ്കൂൾസ് ഉണ്ടോ? സ്കൂൾസിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. എന്ത് ഷോസ് ചെയ്തിട്ടുണ്ടോ? ഷോസ് ഒക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നിന്റെ മെയിൻ സ്ട്രെങ്ത് എന്താണ്? വാട്ട്സ് യുവർ സ്ട്രോങ് സ്ട്രെങ്ത് ഇൻ ഡാൻസ്? എല്ലാ ഡാൻസും എനിക്ക് ബേസിക് മാത്രം കുറച്ചൊക്കെ അറിയും. പിന്നെ എനിക്ക് ഒരു ഉറപ്പുള്ള ഒരു കുറച്ച് സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ കണ്ടംപററി, ഫോക്ക്, ഇതെല്ലാം ബേസിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ പഠിച്ച് കണ്ടംപററി പറയുന്നുണ്ടോ? ബേസിക് ആയിട്ട് ഞാനൊരു ഡാൻസ് ഫോം പഠിച്ചിട്ടില്ല. ബേസിക് ആയിട്ട് ജസ്റ്റ് നിനക്കറിയാം ഇത് കണ്ടംപററി ഇതുപോലെ ചെയ്യും, ഇതാണ് കണ്ടംപററി പറയുന്നുണ്ട്, അതുപോലെ ചെയ്യുന്നുണ്ട്, അതാണ്, അത് മാത്രമാണ്. സോ വിനോദിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് വേണം. ബട്ട് ലെറ്റ്സ് ഡാൻസിന് വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആയത്? പറയുകയാണെങ്കിൽ ലെറ്റ്സ് ഡാൻസിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത ഒരു
കണ്ടസ്റ്റൻറ്റ് ഞാനായിരിക്കണം മാസ്റ്റർ. ഇത്രയും ചുരുങ്ങിയ ഒരു കാലയളവിൽ ഇത്രയും വലിയ ജഡ്ജസിൻ്റെ മുമ്പിൽ വന്നിട്ട് എനിക്ക് ഇത്രയും ചെറിയ കാലയളവിൽ ഡാൻസ് കളിക്കാൻ പറ്റി. വിനോദ്, ഇപ്പോൾ സെമി ഫൈനൽ, ഇപ്പോൾ ഫൈനൽ പോൾ അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ സെമി ഫൈനലിൽ ഡ്രോപ്പായി, ഇപ്പോൾ സെമി ഫൈനൽ വിന്നറായി പോയി. കാസർഗോഡിലെ ഇപ്പോൾ എൻ്റെ മക്കൾക്ക് എന്താ പറയാൻ പോണു? എന്താ പറയും അവിടെ പോയി? ഇതുവരെ എത്തിയത് തന്നെ ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇതുവരെ ഈ ലെറ്റ്സ് ഡാൻസിൽ വന്നിട്ട് കുറച്ചും കൂടി ഇമ്പ്രൂവായി, കുറച്ചല്ല നല്ലോണം ഇമ്പ്രൂവായി, കുറേയേറെ ഡാൻസിനെ പറ്റി പഠിക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ വളരുന്ന കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. ഒരു ഡാൻസ് ക്ലാസ് ഓപ്പൺ ചെയ്യും. അതോടെ സപ്പോർട്ട് ഉണ്ടാവും. അത് കുറേ സപ്പോർട്ട് ഉണ്ടാവും. ഒത്തിരി പൈസ ചിലവാകുമല്ലോ അവിടെ ഹാൾ എടുക്കാം. ഇല്ല, ഞങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. ഇല്ല, സപ്പോർട്ടില്ല, അതാണ് ഇപ്പോൾ പറഞ്ഞില്ല അവിടെ ഒരു ഡാൻസ് സ്കൂളില്ല അങ്ങനെ പറയുന്നില്ല. അത് ആ ഡാൻസ് സ്കൂളിൽ അല്ല മാസ്റ്റർ, ഇപ്പോൾ ഞങ്ങൾ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ അതിന് ചിലവുണ്ടാവുമല്ലോ. എല്ലാ ചിലവും ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടുകാരാണ് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യൽ. കോസ്റ്റ്യൂംസ് ആയാലും ഞങ്ങൾക്ക് എല്ലാവിധ എല്ലാ പൈസയുടെ കാര്യത്തിലായാലും ഞങ്ങളുടെ നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. സോറി, ഒരു ചെറിയ കൺഫ്യൂഷൻ. നാട്ടുകാർ ചെയ്യുന്നുണ്ട് മീൻസ് നിങ്ങൾ തൊട്ടപ്പുറത്ത് വീട്ടുകാർ ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ നിന്റെ വീട്ടിലുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടോ, നിന്റെ ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ടോ? നാട്ടുകാരെന്ന് വെച്ചാൽ അരവിന്ദ് ചോദിച്ചത് ഇതാണ്, സ്പോൺസേഴ്സ് ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ? ആരാണ്? ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആവാം, ഒരു സംഘടന ആവാം, ഒരു പഞ്ചായത്തിൽ നിന്നാവാം. അത് എങ്ങനെയുള്ള രീതിയിൽ നിന്നുള്ള സപ്പോർട്ടാണ് കിട്ടുന്നത്? ക്ലബുകളുണ്ട്, പിന്നെ ഓരോ ചാരിറ്റബിൾ ട്രസ്റ്റുകളുണ്ട് കുറച്ച്, പിന്നെ വ്യക്തികളുണ്ട്. എന്നെ അറിയുന്ന ഒരുപാട് നല്ലവരായ കുറേ മനസ്സുകളുണ്ട് നാട്ടിൽ. ഒരു കാര്യമാണ്, വിനോദിനെയും ആദരവും സപ്പോർട്ട് ചെയ്ത നാട്ടുകാർക്കും ഞങ്ങൾ ജഡ്ജസ് സാർബിലും ഞങ്ങൾ ലെറ്റ്സ് ഡാൻസ് ഫാമിലി സാർബിലും നന്ദി പറയുന്നു. താങ്ക് യു, കീപ് സപ്പോർട്ടിങ് ലൈക്ക് ദിസ്. കാസർഗോഡ് എവിടെയാണ് എക്സാക്ട് സ്ഥലം? പുതുമ. എൻ്റെ ഒപ്പം തന്നെ കളിക്കുന്നുണ്ടായ ഒരു ട്രൂപ്പ് ഉണ്ട്, എൻ്റെ ഒന്ന് വെച്ച് ബാക്ക്ഗ്രൗണ്ട് കളിക്കുന്ന സപ്പോർട്ട്. അവരൊരു ട്രൂപ്പ്, ഞങ്ങളൊരു ഗ്രൂപ്പാണ് ഇപ്പോൾ, ഏഷ്യൻ കിഡ്സ് ഡാൻസ് ക്രൂ ഉദുമ. അവരാണ് ഏറ്റവും കൂടുതൽ എനിക്ക്, എൻ്റെ ഫ്രണ്ട്സും ആണ്, അവർ ഡാൻസേഴ്സും ആണ്. അവരും കൂടുതൽ സപ്പോർട്ടുണ്ട്. വിനോദ്, പെട്ടെന്ന് ഉത്തരം പറയണം. ആസ് എ ഡാൻസർ എന്ന് അറിയപ്പെടാനാണ് ആഗ്രഹം, ആസ് എ സിംഗർ ഏതാണ്? എല്ലാവരും എന്നോട് ചോദിക്കും, ഡാൻസറിനെക്കാളും നല്ലത് സിംഗർ അല്ലേ, പാട്ടിനല്ലേ ഏറ്റവും കൂടുതൽ നീ താല്പര്യം കൊടുക്കല്ലേ എന്ന്. പക്ഷേ ഡാൻസിൽ വന്നതിന് ശേഷം എനിക്ക് ഡാൻസിനോടാണ് കൂടുതൽ ക്രേസ്. വെരി ഗുഡ്. ശരി, അപ്പോൾ ഡാൻസിൽ നിനക്ക് ഒരു ടാസ്ക് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരു സോങ് പ്ലേ ചെയ്യും. ഇവിടെ ആതിര ഇല്ലല്ലേ, ആതിരയുടെ സ്ഥലത്ത് നീ പൂർത്തി ചെയ്യണം. എങ്ങനെയാണ്? ഒരു 4 counts ഇല്ല, ഒരു 4, 8, 10 or 12 counts നീ വിനോദ പോലെ ഡാൻസ് ചെയ്യണം. പെട്ടെന്ന് ഇന്നൊരു 12 counts ആതിര പോലെ ഡാൻസ് ചെയ്യണം. ഫെമിനൈൻ സ്റ്റൈലിൽ ആതിരൻ്റെ ഒരു ബെസ്റ്റ്, നീ എൻ്റെ ബെസ്റ്റ് സ്റ്റൈലിൽ കൂടെ ഡാൻസ് ചെയ്യാം. ഒരു കണ്ടംപററി സ്റ്റൈൽ എടുത്ത് ഒരു വെസ്റ്റേൺ മ്യൂസിക് കൂടെ അല്ലെ ഒരു ഫോക്ക് മ്യൂസിക് കൂടെ കണ്ടംപററി സ്റ്റൈൽ ഡാൻസ് ചെയ്യാം. പക്ഷേ ഒരു 10 or 12 counts നിൻ്റെ പോലെ ഡാൻസ് ചെയ്യണം, ഒരു 10 or 12 counts ആതിര പോലെ ഡാൻസ് ചെയ്യണം. വീണ്ടും വിനോദ് കാണണം, വീണ്ടും ആതിര കാണണം. Out of control, होठों को करके गोल, होठों को करके गोल, सीटी बजा के बोल, लाइफ हो out of control, होठों को करके गोल, होठों को करके गोल, सीटी बजा के बोल. मुर्गी का जाने अंडे का क्या होगा, अरे लाइफ मिलेगी या तवे पे फ्राई होगा, कोई ना जाने अपना फ्यूचर क्या होगा. होठ घुमा सीढ़ी बजा के बोल भैया ऑरेंज मैन.
മ്യൂസിക്. ഓക്കെ വിനോദ്, നന്നായിട്ട് ചെയ്തു. പക്ഷെ ആതിര കളിക്കുമ്പോൾ ഇന്നും കുറച്ച് ആ ഫെമിനൈൻ ടച്ച് ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. ബിക്കോസ് ഫീമെയിൽ അല്ലേ, സോ അപ്പോൾ ഡിഫറൻസ് കാണും. രണ്ടും ഒരേ സ്റ്റൈൽ കണ്ടംപററി ആയിട്ട് ഉണ്ടെങ്കിൽ അത് ഒരു ഡിഫറൻസ് കാണാൻ പറ്റില്ല. യു ഹാവ് ടു ചേഞ്ച് ദറ്റ് സ്റ്റൈൽ. അതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. കഴിഞ്ഞില്ലല്ലോ, എക്സാം കഴിഞ്ഞോ? വിനോദ്, ഒത്തിരി സ്റ്റൈലുണ്ട്. லாக்கிங், பாப்பிங், சால்சா, டப்பாங்குத்து, குத்து எல்லாம் உள்ள டேப்பு எல்லாம் படிக்கணும்டா. அப்போயான காசர்கோடியில் நீ போய் அங்கே ஒரு கிளாஸ் வச்சா அவர் எல்லாரும் நல்லா படிக்கும்ல. അത് മാത്രം നീ എവിടെയെങ്കിലും ഡെഫിനറ്റായിട്ട് പഠിക്കണം. അതാണ് എന്നോട് ആഗ്രഹം. വിനോദിന്റെ എക്സാമിനേഷൻ റൗണ്ട് കഴിഞ്ഞു. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് തന്നത്. അത് എത്രത്തോളം വിനോദിന് ചെയ്യാൻ പറ്റി എന്ന് മാർക്സിലൂടെ നമുക്കിപ്പോൾ അറിയാം. റോമിയോ ജൂലിയറ്റ് ഓൺ 10 എത്ര മാർക്സ് കൊടുക്കുന്നു വിനോദിന്? 8 on 10. 8 on 10. ലൈല മജ്നു? ഞങ്ങൾ മാർക്ക് 8 out of 10. 8 on 10. മാസ്റ്ററുടെ മാർക്സ് പറയില്ല, പക്ഷെ എഴുതിയിട്ടോ? അങ്ങോട്ട് വീണു. ആൻഡ് സത്യം വിനോദ്, അത്രയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ വിധിയില്ല, പോട്ടെ, അങ്ങനെ വിചാരിച്ചാൽ മതി. എന്തായാലും ഒരു പാട്ട് പാടിയിട്ടേ പോവാൻ പാടുള്ളൂ. ഇന്നും ഏത് കുഴപ്പമില്ല. അതെന്താ ആതിര ഉണ്ടെങ്കിൽ ചാൻസ് ഉണ്ടായിരുന്നു. അല്ല, അത് മാസ്റ്റർ കുറച്ച് നേരത്തെ അങ്ങനെ സെമിഫൈനൽസ് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, സോ ബി പോസിറ്റീവ്. യെസ്. അല്ല, ഞാൻ നെഗറ്റീവായിട്ട് ഞാൻ ഇതാക്കാൻ പറഞ്ഞതല്ല കേട്ടോ. അല്ല, മാസ്റ്റർ നേരത്തെ അങ്ങനെ പറഞ്ഞൂലോ, അപ്പൊ അതിന്റെ ഒരു കണക്ഷനായിട്ട് പറഞ്ഞേ ഉള്ളൂ. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, സോറി. സോ വിനോദ്, ഒരു പാട്ട് പാടിയിട്ട് പോയിക്കോളൂ. ആദ്യമായി കണ്ട നാൾ പാതി വിരിഞ്ഞു നിൻ പൂമുഖം, കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം നീ പ്രിയ സഖി. ആദ്യമായി കണ്ട നാൾ പാതി വിരിഞ്ഞു നിൻ പൂമുഖം, കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം നീ പ്രിയ സഖി. എക്സാമിനേഷൻ റൗണ്ട് ടോട്ടൽ സ്കോർ മറ്റു രണ്ട് പാനൽസും തന്നത് പ്രകാരം 16 on 20. പക്ഷെ മാസ്റ്ററുടെ മാർക്സ് ഇപ്പോഴും ആ ബോക്സിനകത്ത് തന്നെയാണ്. ലെറ്റ്സ് ബി പോസിറ്റീവ്. സെമിഫൈനൽസ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഏതാണ്ട് പകുതി ആയിട്ടുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇനിയും ബാക്കിയുണ്ട്. ഒരു പെർഫോമൻസ് ഉണ്ട്, പിന്നെ ബെസ്റ്റ് മൊമെന്റ്സ് ഓഫ് ദി ഡേ ഉണ്ട്, പണിഷ്മെന്റ് ഓഫ് ദി ഡേ ഉണ്ടെങ്കിൽ അതുണ്ട്. എല്ലാത്തിനും കൂടി ഒരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ റൈറ്റ് നൗ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക്. യു ആർ വാച്ചിങ് യുവർ ഫേവറേറ്റ് ഷോ. ദിസ് ഈസ് ലെറ്റ്സ് ഡാൻസ് സീസൺ 3. വെൽക്കം ബാക്ക് ടു ദി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹാഫ് ഓഫ് ലെറ്റ്സ് ഡാൻസ് സീസൺ 3. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടുള്ള അവസാനത്തെ പെർഫോമൻസിനൊരു ബിന്ദാസ് ഒരു എനർജി വേണം എന്ന് തോന്നുന്നത് കൊണ്ട്, പ്രതീഷ് ആൻഡ് അനീഷ് അവിടെ ഇരിക്കുന്നത് കൊണ്ട്, വിതൗട്ട് എനി ഫർദർ ഡു അവരെ സ്വാഗതം ചെയ്യാം പെർഫോമൻസിനായി. ഹായ്, ഞങ്ങൾ അടുത്തതായി പെർഫോം ചെയ്യാൻ പോകുന്ന റോക്ക് ആൻഡ് റോൾ റൗണ്ടാണ്. വളരെ വ്യത്യസ്തമായ റൗണ്ടാണ്. നമ്മളിത് കുറച്ചൊക്കെ റെഫറൻസ് ചെയ്തിട്ടുണ്ട്, എന്നാലും നല്ലപോലെ പ്രാക്ടീസും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അനുഗ്രഹവും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. താങ്ക്സ്. പ്രതീഷ് ആൻഡ് അനീഷ്, മങ്കി ബോയ്സ്. റോക്ക് ആൻഡ് റോൾ ആണ്. റോക്ക് ആൻഡ് റോൾ യൂഷ്വലി ഗേൾ ആൻഡ് എ ബോയ് ആണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് പെയർ ഇല്ലാത്തത് കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നു. സാറില്ല, എന്താണെങ്കിലും പെർഫോമൻസ് നന്നായിരുന്നാൽ മതി. അപ്പോൾ റോക്ക് ആൻഡ് റോൾ ആണ്. റോക്ക് ആൻഡ് റോൾ സ്റ്റൈൽ ഇരുന്നാൽ മതിടാ. ഓക്കെ, എനർജി ഉണ്ടാവും, എനിക്കറിയാം. ആ സ്റ്റൈല്, ആ എക്സ്പ്രഷൻസ് ഉണ്ടാവൂല്ലേ? ഡേ ഹെയർ സ്റ്റൈൽ ഭയങ്കരമായിട്ടുണ്ട്. கொஞ்சம் ഷേക്ക് ചെയ്. ഓ, അപ്പോൾ ഭയങ്കരമായി അടിപൊളിയായിട്ട് ഉണ്ടാവും എനിക്ക്. റോക്ക് ആൻഡ് റോൾ. ഓക്കെ, ജസ്റ്റ് റോക്ക് ദ സ്റ്റേജ്. മാസ്റ്റർ, നോട്ട് ദ ഷൂ മാസ്റ്റർ. പണിപാളും പണിഷ്മെന്റ് ഓഫ് ദി ഡേക്ക് ബെസ്റ്റ് കാൻഡിഡേറ്റ്സ്
എന്തായി மங்கி பாய்ஸ் வெவ்வேறு ஷூஸ் அட்லீஸ்ட் ஒரு பிளாக் அண்ட் ஒயிட்ல இருக்கு அதுக்காவது கொஞ்சம் குறைச்சு நம்ம பட் ஸ்டில் പണിഷ്മെന്റ് ഓഫ് ദ ഡേയുടെ കാൻഡിഡേറ്റ്സ് ഇന്നത്തെ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ തന്നെ പണിഷ്മെന്റ് ഓഫ് ദ ഡേ കഴിഞ്ഞിട്ട് ഇവർക്ക് രണ്ടുപേർക്കും നേരമില്ല എന്നാൽ നല്ല മാർക്സും കിട്ടേണ്ട നല്ല കണ്ടസ്റ്റൻസും ആണ്. എന്താണെന്നറിയാൻ പാടില്ല, പണിഷ്മെന്റ് ഓഫ് ദ ഡേ വരുമ്പോൾ അല്ലേ ഒരു ലോ ഓഫ് അട്രാക്ഷൻ അങ്ങോട്ട് വരുന്നു. ഓക്കേ ജിനു, സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം, ലെറ്റ് them go perform. Monkey boys അടിച്ചു പൊളിക്കണം. All the best. ഓക്കെ പ്രതീഷ്, അനീഷ് നന്നായിട്ട് പെർഫോം ചെയ്യും കേട്ടോ. கண்ணே உன் மீது ஏக்கம் கொண்டு தொங்கவில்லை கண்ணே 7-8 நாட்களாச்சு கண்ணே உன் மீது ஏக்கம் கொண்டு தொங்கவில்லை கண்ணே ராகு காலம் ஓடி போச்சு ராஜயோகம் கூடி போச்சு ரம் 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 ஆரம்பம் பம் 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 பேரின்பம் ஆரம்பம் பம் ஆரம்பம் பம் 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 பேரின்பம் நானும் நட்டாச்சு காதல் கொடி சூடும் உண்டாச்சு மூடும் உண்டாச்சு கையப்பிடி ஒன்ன பக்கம் 2 பக்கம் கண் முடிச்சு பின்னாடி 3 பக்கம் 4 பக்கம் கைப்பிடிச்சு 5 o'clock 6 o'clock ராக் இருக்கு அம்மாடி 7 o'clock 8 o'clock கிக் இருக்கு வேலையோரும் வீலை வேறு என்ன வேலை வள்ளி கூட பாடம் என்ன சொல்ல வேண்டும் ரம்பம் பம் ஆரம்பம் பம் 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 பேரின்பம் ரம்பம் பம் ஆரம்பம் பம் 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 பேரின்பம் 7-8 நாட்களாச்சு கண்ணே உன் மீது ஏக்கம் கொண்டு தூங்கவில்லை கண்ணே 7-8 நாட்களாச்சு கண்ணே உன் மீது ஏக்கம் கொண்டு தூங்கவில்லை கண்ணே ராகு காலம் ஓடி போச்சு ராஜயோகம் கூடி போச்சு ரம்பம் பம் ஆரம்பம் பம் 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 பேரின்பம் ரம்பம் பம் ஆரம்பம் பம் 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 பேரின்பம் bum 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 rhythm ram bum bum arandam bum 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 rhythm എന്താ വേണ്ടത്? പെർഫോമൻസ് വേണോ, ബ്രേക്ക് വേണോ? ബ്രേക്ക് വേണോ, പെർഫോമൻസ് വേണോ? ബ്രേക്ക് മതി. ഒരു ചെറിയ ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം പെർഫോമൻസ് ആവാം. സോ കീപ് വാച്ചിങ്. ദിസ് ഇസ് ലെറ്റ്സ് ഡാൻസ് സീസൺ 3. വി ആർ ഗോയിങ് ഫോർ എ ഷോർട്ട് കമേഴ്ഷ്യൽ ബ്രേക്ക്. യെസ് പ്രതീഷ് ആൻഡ് അനീഷ്, അങ്ങനെ നിങ്ങൾ റോക്ക് ആൻഡ് റോൾ റൗണ്ട് കഴിഞ്ഞു. ഈ റൗണ്ട് വന്നപ്പോൾ തന്നെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പെയറില്ലാത്തത് കാരണം. ആ ടെൻഷൻ നന്നായിട്ട് എവിഡൻ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു. നല്ല പാട്ടാണ്, നല്ല ഡ്രസ്സിങ് ഒരു ജെന്റിലൊക്കെ ആയിട്ടുണ്ട്. അതിലെ കളർഫുൾ ഒന്നും അല്ല എങ്കിലും ഹലോ, നല്ല പാട്ട്, നല്ല ഇവിടെ എല്ലാം ഇവിടെ ചീഫ് ജൂറി ഉണ്ട്, ഇവിടെ റോമിയോ ജൂലിയറ്റ് ഉണ്ട്, ലൈല മജ്നു ഉണ്ട്. ഓക്കെ ഓക്കെ പിന്നെ എപ്പോഴും ഇപ്പൊ ആങ്കറിന് പറഞ്ഞാൽ എന്താ ഇല്ല, എനിക്ക് മനസ്സിലായില്ല. കറക്റ്റായിട്ട് പറയുന്നു. ആങ്കറിന് പറഞ്ഞാൽ ഓക്കെ വന്ന് ഇതാണ് ഇൻട്രോ ചെയ്യണം അല്ലേ. പിന്നെ ഡയറക്റ്റായിട്ട് നല്ല ഷൂ ആണ്, നല്ല ഡാൻസ് ആണ്, കുറച്ച് ഈ സ്റ്റൈൽ മാത്രം തന്നെ മിസ്സായി. അത് നീ പറഞ്ഞേക്ക്, ഞങ്ങൾ ഇവിടെ ഔട്ട് വെയിറ്റേക്കാം. മാസ്റ്റർ അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാഷ്വലായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അല്ല ജീനു, ഇത് കുറേ സമയം ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. യു പ്ലീസ് ജസ്റ്റ് സീ, ഇത് ആസ് എ ജഡ്ജ്മെന്റ് പാനൽ വി ഹാവ് ടു സേ ഓൾ ദീസ് തിങ്സ്. நீங்களே எல்லா பாயிண்ட்ஸும் பறஞ்சிட்டா சும்மா ஜாலிக்கு
അല്ല ഞാനങ്ങനെ ഇല്ല, അത് റാങ് ആണ്. റാങ്. എന്റെ മാസ്റ്റർ മനഃപൂർവ്വം വഴക്ക് പറയാൻ വേണ്ടിട്ട് കുറച്ചു നേരമായിട്ട് ഞാനും ശ്രമിക്കുന്നുണ്ട്. ഇല്ല വഴക്കില്ല, കറക്റ്റ് ആയിട്ട് പറയണം. അതായത് വഴക്കിന് ഞാൻ പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് ഓവർ ടു പാനൽ. എന്താ പാനൽ ഇവിടെ പറഞ്ഞാൽ ഇവിടെ 3 പാനൽസ് ഉണ്ട്. അതിലിപ്പോ ഞാൻ ആരെങ്കിലും ചൂസ് ചെയ്ത മാസ്റ്റർ പിന്നെ വഴക്ക് പറഞ്ഞാലോ? അങ്ങനെ പറയില്ല. അതായത് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു റെസ്പെക്ട് ഉണ്ട്. ഓരോരുത്തർക്കും ഒരു റെസ്പെക്ട് ഉണ്ടാവണോ? ഐ നോ എല്ലാ എപ്പിസോഡിലും അങ്ങനെ അല്ലല്ലോ. ചില എപ്പിസോഡിൽ ഒരു ചേഞ്ച് എങ്കിലും വേണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞോളൂ. മനഃപൂർവ്വം ആരെയും ഇതാക്കാൻ വേണ്ടി പറഞ്ഞല്ല. ആൻഡ് ഓഫ് കോഴ്സ് പ്രതീക്ഷ, അനീഷ്, നിങ്ങളെയും. ഓക്കെ ഫൈൻ. റോമി ജൂലിയറ്റ് പറഞ്ഞോളൂ. ലെറ്റ്സ് കണ്ടിന്യൂ. ശ്രുതി മിണ്ടാതെ ഇങ്ങനെ സംസാരിക്കേ നോക്കില്ല. യെസ്, ബാക്ക് ടു നമ്മുടെ ജോലി കടക്കാം. അതാ നല്ലത്. ചെറിയ വിഷയം ഇത്രയും വലിയൊരു കാര്യമാക്കണ്ട. അത് തന്നെയാണ്. വി ഹാവ് കം സോ ഫാർ. 150 എപ്പിസോഡോളം വന്നിട്ടുണ്ട്. ഞാൻ തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. ഓക്കെ, റോമി ജൂലിയറ്റ്. അതൊക്കെ അത്രേ ഉള്ളൂ. ഫാമിലി ആകുമ്പോ അങ്ങനെ ചെറിയ തട്ടിലൊക്കെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. സെമി ഫൈനലിൽ വന്നിട്ട് ഇതുപോലെ ചെറിയ കാര്യം വേണോ? இல்ல சிறிய காரியம்லாம் இல்ல. சாரி, அது போல പറഞ്ഞിട്ടില്ല മാസ്റ്റർ. இந்த மாதிரி சின்ன சின்ன பிரச்சனைகள் നോ ഓൾറെഡി ആ പെർഫോമൻസ് നോക്കിയിട്ട് ഞാൻ ഹാപ്പി ആയിട്ടില്ല. ഞാൻ ജഡ്ജസിന്റെ ഭാഗത്തുനിന്നും കൂടിയിട്ടാണ് സംസാരിച്ചത്. ഞാൻ അത് നന്നായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇவ்வளோ സീരിയസ് ആയിട്ട് ഒരു സെമി ഫൈനൽ ഫേസ് 3 ഇങ്ങനെ ഒരു പെർഫോമൻസ് എങ്ങനെടാ? 10 ഔട്ട് ഓഫ് 10 എടുക്കണം ഒരു പ്രാവശ്യം. അപ്പടിயே ഇങ്ങനെ പോകണം എന്തിനാ? ഇല്ല മാസ്റ്റർ, ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ 2 ബോയ്സ് തപ്പ്. ഏതോ റിഹേഴ്സലിൽ ചെയ്ത പോലെ ഡാൻസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നെ പ്രതീഷ് എനിക്ക് കാണുമ്പോൾ എനിക്ക് അനീഷ് മാത്രം ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് പോലെ പെർഫോം ചെയ്തു. പ്രതീഷും ഗ്രൂപ്പ് എല്ലാം ഒരുമിച്ച് മിസ്റ്റേക്സ് ചെയ്തു. എന്തായി? എടുത്തോണേ ഫസ്റ്റ് ഗ്രൂപ്പ് തപ്പ്, അതുക്കப்புறம் പ്രതീഷ് എല്ലാ മൂമെന്റ്സും മറന്നു പോയി, ടൈമിംഗ് വിട്ടു പോയി. ഇങ്ങനെ ഒരു പെർഫോമൻസുക്ക് ജീനു വേറെ നല്ല പെർഫോമൻസ്, ഗുഡ് സ്റ്റാർട്ട് ആണ്, നല്ല കോസ്റ്റ്യൂംസ്. ശാന്തനു പ്ലീസ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക്. സി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് അതിലേക്ക് വന്നതേ. ജീനു, യു ഹാവ് ദ റൈറ്റ് ടു സ്പീക്ക് ബട്ട് നോട്ട് ദ റൈറ്റ് ടു ഗിവ് കമന്റ്സ്. ഹൂ ടോൾഡ്? എനിക്ക് എന്നോട് അങ്ങനെ ചാനലിലേക്ക് എടുത്തപ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല, ഒന്നും പറയരുത്. ഐ ആം സോറി, യു ഹാവ് ദ റൈറ്റ് ടു ഗിവ് കമന്റ്സ് ദെൻ. നോട്ട് ഐ ഡോണ്ട് ഒഫീഷ്യലി ഞാൻ കമന്റ്സ് പറയുന്നതല്ല, ഒരു സാധാരണ ഒരു പ്രേക്ഷകരുടെ നിലയ്ക്ക്. ഒഫീഷ്യലി ഓർ അൺഒഫീഷ്യലി ഇഫ് യു ആർ ഗോയിങ് ടു ഗിവ് കമന്റ്സ്, താങ്ക് യു. Then what am I going to say? Excuse me, Shantanu please. Shantanu. Sorry, Siljoit, I got a little pissed off. Sorry about that. Please give me a second. ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ഞാൻ ഒരിക്കലും പാനലിന് അഗേൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതല്ല. കാഷ്വലി നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. സോ ആ രീതിയിൽ ഓഫ് കോഴ്സ് ഇവർ രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് ആണ്. സോ ആ ഒരു ജീനു എനിക്ക് മനസ്സിലായി. ഇല്ല മനസ്സിലായില്ല. അവര് തപ്പാണ്, അവര് ചെയ്തത് റാങ് ആണ്. മനസ്സിലായി. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇല്ല, കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട, അത് റാങ് ആണ്. ഞങ്ങൾ പറഞ്ഞു ഉള്ളൂ മാസ്റ്റർ, പ്ലീസ്. ഞങ്ങൾ 3 പേരും കൂടെ സോറി പറയുന്നു, പ്ലീസ് മാസ്റ്റർ. സോറി പറയില്ല. നിങ്ങള് ഈ പേഴ്സണൽ ഈഗോ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പേഴ്സണൽ ഈഗോ ആർക്കും ഇല്ല, അല്ലെങ്കിൽ ഈ ഷോ നടക്കാൻ പാടില്ല. പേഴ്സണൽ ഈഗോ ഉണ്ടെങ്കിൽ അത്രയും ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ ജനറൽ ആയിട്ട് പേഴ്സണൽ ഈഗോ എന്ന് അതിനെ പറഞ്ഞു കളയരുത്. അങ്ങനെയാണെങ്കിൽ ആരുടെ ഈഗോ എന്ന് കൃത്യമായിട്ട് പറയണം. സറിയൂ, ഇതിപ്പോ ആർക്കാണ് ഈഗോ? ആരുടെ ഈഗോ കൊണ്ടാണ് പ്രശ്നം തുടങ്ങിയത്? അത് കൃത്യമായിട്ട് പറയൂ. എന്താണ് ഞാൻ എന്താ ചേട്ടാ പറഞ്ഞത് അത് പറയും. ഞാൻ ഇതിനു മുമ്പും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഇങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അത്ര എന്റെ ഒരു ഫാമിലി ആയിട്ട് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. അത് ഇത്ര ഒരു കൊലപാതകം സംസാരിച്ചിട്ട് മാസ്റ്റർ മൈക്ക് മാറ്റി ഇപ്പൊ എന്റെ അടുത്ത് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഇത്രയും മാസ്റ്റർ മൈക്കിൽ ചീത്ത പറയുന്നത് മൈക്ക് മാറ്റി പിടിച്ചിട്ട് പിന്നെ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല.
പ്ലീസ് പ്ലീസ് പ്ലീസ്, നമ്മൾ ഇത്രയും നാളും ഇത്രയും നന്നായി വന്നിട്ട് കാര്യം പറയൂ. അല്ല, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇവിടെ എന്താ സംഭവിച്ചതെന്ന്. സീരിയസ്ലി എനിക്ക് മനസ്സിലായില്ല. ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇത് എന്താണ് ഇപ്പൊ ഇങ്ങനെ ട്വിസ്റ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ. ഇത്രയും ദിവസം ഇത്രയും നന്നായി വന്നിട്ട് ഇത് എന്താണ് ഇങ്ങനെ ലാസ്റ്റ് കൊണ്ടിട്ട് കലോടയ്ക്കാന്ന് പറഞ്ഞ പോലെ. പ്ലീസ്, ഇത് ഇത്ര സില്ലി ആയിട്ടുള്ള കാര്യം എന്തിന് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണേ മാസ്? Shruti, this is not a silly matter. I'm sorry. If you want to support Gino, please support Gino. ഇല്ല, വെയിറ്റ് പ്ലീസ്. എന്താ അങ്ങനെ വിളിച്ചോണ്ട് പോ? Sherry, what has happened now? ഇത് നമ്മൾ എല്ലാവർക്കും ഒരു വലിയൊരു ഇൻസൾട്ട് ആണ് ആസ് എ ജഡ്ജ്മെന്റ് പാനൽ. ബിക്കോസ് Gino and Shruti start ചെയ്ത് ഇപ്പൊ എല്ലാ ജഡ്ജ്മെന്റ് പാനലും ഒരു ഇൻസൾട്ട് ആയത്. മാസ്റ്റർ ഇവിടുത്തെ എല്ലാവരെക്കാളും മാസ്റ്റർ തന്നെയാണ് സീനിയർ. മാസ്റ്ററിനെ അത്ര റെസ്പെക്ട് ചെയ്യുന്നു. മാസ്റ്ററിനെ ഒരു ഇതാക്കി പറയുന്നതല്ല. മാസ്റ്ററിനെ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള അധികാരം അല്ലെങ്കിൽ മാസ്റ്ററുടെ ഒരു അറ്റത്ത് പോലെ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല. പക്ഷെ ഞാൻ ഇവിടെ നടന്ന കാര്യം പറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഞാൻ മാസ്റ്റർ ഇൻസൾട്ട് ചെയ്യുന്നില്ല. ഇൻസൾട്ട് ചെയ്തു എന്ന് മാസ്റ്റർക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാസ്റ്ററുടെ ഭാഗത്ത് ഫോൾട്ട് ഉണ്ടെന്ന് മാസ്റ്റർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഞാൻ പറയില്ല. എനിക്ക് മനസ്സിലുണ്ടെങ്കിൽ Sorry, if you have your opinion, please respect master and come here. ഞാൻ മാത്രം അഭിപ്രായം പറഞ്ഞു, ഞാൻ മാത്രം ഇപ്പൊ വിഡ്ഢിയായി. നോക്കൂ ശ്രുതി എത്ര കൂളായിട്ട് അവിടെ ഇരിക്കണു. ഇത് തന്നെയാണ് എനിക്ക് എപ്പോഴും ഞാൻ കൂളായിട്ടിരിക്കുന്നതായിട്ടാണോ നിനക്ക് തോന്നുന്നത്? എനിക്ക് അത് തന്നെ തോന്നുന്നത്. ഇപ്പൊ ഇത്രയും പേരുടെ മുമ്പിൽ ഞാൻ മാത്രം കുറ്റക്കാരിയായി. എല്ലാവർക്കും അതാണ് തോന്നി. ഞാനാണ് ഞാൻ ഒരു കാര്യത്തിൽ ഇടപെടാതെ ഒരു ഇത് തന്നെയാ പ്രശ്നം ശ്രുതി. അത് തന്നെയാ പ്രശ്നം. ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല. സരിയു ഇടപെട്ടാൽ അവസാനം നമുക്ക് മാത്രമേ തെറ്റുണ്ടാവുള്ളൂ. വലിയവരൊന്നും നല്ല രീതിയിൽ നിൽക്കും. നമ്മളെ പോലെ സ്ട്രഗിൾ ചെയ്യുന്നവരെന്നും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഒന്നിലും ഇടപെടാത്തത്. പറ്റില്ല, എനിക്ക് അങ്ങനെ പറ്റില്ല. ശ്രുതി അങ്ങനെ നിന്നോളൂ. ഞാൻ പറഞ്ഞില്ലേ സരിയു ജീനു തെറ്റ് ചെയ്തിട്ടില്ല. ജീനുവിന്റെ കാര്യം പറഞ്ഞു, മാസ്റ്ററുടെ കാര്യം പറഞ്ഞു. എല്ലാ മനുഷ്യർക്കും ഓരോ വികാരങ്ങളുണ്ട്. അത് ആ രീതിയിൽ അവര് ഓക്കെ ശ്രുതി, നീ കരയരുത്. ഒരു സെൽഫി, ഒരു ഫോട്ടോ എടുക്കും. എന്റെ ഫോണും ഇല്ല. പ്രതീഷ്, അനീഷ്, എന്തിനാടാ ഇങ്ങനെ ഒരു പെർഫോമൻസ്? സീരിയസ് ആയിട്ട് പറയണം. എന്താണ് ഇപ്പോൾ ഇല്ല, ഹാപ്പി ഇല്ലടാ. 10 ആണ് എടുക്കണു. 9, 8 ഇപ്പോൾ എനിക്കറിയില്ല. ഡെഫിനറ്റായിട്ട് റേഞ്ച് 7 ഇല്ല 8 ഇത്രയാണ് കൊടുക്കാൻ പോകുന്നത്. എനിക്കറിയില്ല ജഡ്ജസ്. ഇങ്ങനെ ഒരു സോങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ രണ്ടുപേരുമേ സ്റ്റാർട്ട് ചെയ്തത് ഡിഫറെൻറ്റ് ടൈമിങ് റോങ് ആണ്. പിന്നെ നിങ്ങൾ രണ്ടുപേർ എൻട്രി വന്ന് പ്രതീക്ഷ മറന്നുപോയി. എന്താ പ്രാക്ടീസ് ഇല്ല? പ്രാക്ടീസ് കുറവ്. എന്താണ് സെമി ഫൈനൽ പോകണമല്ലോ. നാങ്ങളെല്ലാം എൻ്റെ മൈൻഡിൽ ഉണ്ട്. ഓക്കെ, ഇവരാണ് ഫൈനലിൽ പോവും അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്ന് ഇരിക്കണേ. ഇതിൽ സ്റ്റൈലെന്ന് പറഞ്ഞാൽ റോക്ക് ആൻഡ് റോൾ സ്റ്റൈൽ, ആ സ്റ്റെപ്സ് വിട്ടേക്ക് അത് உங்களுக்கு എത്ര അറിയുമോ അതാണ് ചെയ്യാൻ നോക്കൂ, അത് മനസ്സിലായി. പക്ഷെ ബോഡി ലാംഗ്വേജ് പ്രതീക്ഷ് റോക്ക് ആൻഡ് റോൾ സ്റ്റൈലിൽ ഇപ്പോൾ അനീഷ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ആ സ്റ്റൈൽ ഏത് റോക്ക് അങ്ങനെ സ്റ്റൈൽ വരുമ്പോൾ ആ പെർഫെക്റ്റ് ബോഡി ലാംഗ്വേജ് ഉണ്ട്. പ്രതീഷ്ക്ക് ഇപ്പോൾ ക്രംപ്പ് ആ ഹിപ്പ് ഹോപ്പ് അതെല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. ഈ സ്റ്റൈലിൽ ബോഡി ലാംഗ്വേജ് എല്ലാ മൂമെൻറ്റ് ഒരു ഹാർഡായിട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ പ്രതീഷ്? അതിൽ ഹാർഡായിട്ട് ചെയ്യുന്നുണ്ട്. മറന്നുപോയി. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ ഒരു ഡിഫറെൻറ്റ് ബോയ്സിൽ തന്നെ എടുക്കുന്ന ഒരു ജിംനാസ്റ്റിക് ചെയ്താൽ അതെല്ലാം സൂപ്പറാണ്. അതെല്ലാം അടിപൊളിയാണ്. അത് കലക്കി. പിന്നെ അത് പോരാല്ലേ, ഗുഡ് കോറിയോഗ്രാഫി ഉണ്ടാവണം, ബോഡി ലാംഗ്വേജ് കറക്റ്റായിട്ട് ഉണ്ടാവണം. കൺഗ്രാജുലേഷൻ ഡാ, പണിഷ്മെന്റ് ഓഫ് ദി ഡേ. യെസ്. വീണ്ടും
അല്ല, അനീഷൻ പ്രതീഷ് മുൻപേ പറഞ്ഞതുപോലെ ഇത് സെമി ഫൈനലാണ്. ആൻഡ് ഈ ഡെഡിക്കേഷൻ ആൻഡ് ഇങ്ങനെ ഒരു പെർഫോമൻസ് പോരാ. സത്യമായിട്ട് പറഞ്ഞെങ്കിൽ അനീഷ് മാത്രം ഇവിടെ ഒരു കണ്ടസ്റ്റന്റ് പോലെ കണ്ടു എനിക്ക്. പ്രതീഷ് കിട്ട ആ ഡെഡിക്കേഷൻ ആൻഡ് ആ ഹാർഡ് വർക്ക് ഇല്ല ഈ പെർഫോമൻസിൽ. ഈ പെർഫോമൻസ് മാത്രം. രണ്ടുപേർ ഒരുമിച്ച് ഇത് പ്രാക്ടീസ് ചെയ്ത് ഒരുമിച്ച് ഡെഡിക്കേറ്റഡ് ഹാർഡ് വർക്ക് ചെയ്ത് പെർഫോമൻസ് കൊടുക്കണം. ബിക്കോസ് ഇവിടെ ഈ പെർഫോമൻസിൽ മാത്രം സപ്പോസ് നിങ്ങൾക്ക് 5 points മാത്രം കിട്ടിയാൽ പിന്നെ ഡെഫിനറ്റായിട്ട് എലിമിനേഷനിൽ ഉണ്ടാവും. അത് വേണ്ട അല്ലേ? എവറി റൗണ്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ആ സ്റ്റൈൽ കൂടെ പൂർത്തിയായിട്ട് ചെയ്തിട്ടില്ല, ടൈമിംഗ് ഇല്ല, എല്ലാ സ്റ്റെപ്സ് മറന്നുപോയി പ്രതീഷ്. ഇപ്പോൾ ഒന്നാലും അവനുക്കും അത് എഫക്റ്റ് ആവും. ഇറ്റ്സ് എൻ ഓക്കെ പെർഫോമൻസ്. ഗിവ് യു 7 on 10. മങ്കി ബോയ്സിന്റെ സൈഡിൽ ഈ 7 ரொம்ப ബാഡ് മാർക്ക് ആക്ച്വലി. ഞാൻ വിചാരിച്ച് നോക്കിയിട്ടില്ല 8 ആണ്. 8 കൊടുത്താൽ കൂടെ സേഫ് ലെവലാണ്. താങ്ക് യു റോമി ജൂലിയറ്റ്. ലൈല മജ്നു. അനീഷ്, പ്രജീഷ്, കഴിവുള്ള ആൾക്കാർ ഇതുപോലെ ചെയ്താൽ സങ്കടമായിട്ടുണ്ട്. മാർക്ക് 8 out of 10. സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെ യു ടൈറ്റ് അവർ സെൽഫ്. നിങ്ങളെ പിടിച്ചു, ഇത്രയേ ഉള്ളൂ. ഫ്രീ ആയിട്ട് പറയാൻ പറ്റില്ല, ഫ്രീ ആയിട്ട് കമൻറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ത് പറയണമെന്ന്. ബിക്കോസ് റോക്ക് ആൻഡ് റോളിന് പറയുമ്പോൾ യെസ് സ്റ്റൈലിന് പറയാൻ പറ്റില്ല, പക്ഷെ സ്റ്റെപ്സ് കുറച്ച് ഉണ്ടായിരുന്നു. അത് നമ്മൾ പ്രഭു സാറും പിന്നെ കമലഹാസൻ സാറും ചെയ്യുന്ന സോങ് ആണ്. അത് റോക്ക് ആൻഡ് റോൾ സോങ് ആണ്, പക്ഷെ ഇന്ന് കുറച്ച് ഇന്നോവേറ്റീവ് മൂവ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും, പക്ഷെ ചെയ്തിട്ടില്ല. എനിവേ പറഞ്ഞു കഴിഞ്ഞു. ഐ ഡോണ്ട് വോണ്ട് റിപ്പീറ്റ് അഗൈൻ. 8 marks. അവർ മാർക്സ്. പ്രതീഷ് അനീഷ് മൂവ്മെന്റ് കൂടെ വിട്ടേക്കണ്ട. പ്രാക്ടീസ് എന്തിനാ പ്രാക്ടീസ് ചെയ്തിട്ടില്ല അത് പറ. ഇല്ല நான் இப்போ மார்க் எழுதி போட போனேன். எனக்கு பெர்ஃபெக்ட் ஆயிட்டு പറ, இல்லனா எனக்கு മനസ്സിലായില്ല. കറക്റ്റ് ആയിട്ട് പറ. എന്തിനാ പ്രാക്ടീസ്? അതായത് ഓക്കെ എനിക്ക് സ്റ്റെപ്സ് എല്ലാം കൂടെ ഓക്കെ ഉണ്ട്, എന്താ അഡ്വാൻസ് ലെവലിൽ അറിയുമോ അതാണ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടീസിന് വേണമല്ല. പ്രാക്ടീസ് ചെയ്തത് കറക്റ്റായിട്ട് ചെയ്താൽ മതി. ഞാൻ ഇത് എന്തിനാടാ ഒരു ന്യൂ മൂവ്മെൻറ്റ് ഇല്ല, എന്തിനാടാ ഇതെല്ലാം ചോദിച്ചാൽ ഇല്ലല്ല. പെർഫെക്റ്റായിട്ട് ഏത് ചെയ്യുവാനോ അത് കറക്റ്റായിട്ട് ചെയ്താലേ ഒരു 9 കിട്ടും. വാവ് ഫാക്ടർ ഡിഫറെൻ്റ് ആയിട്ട് ഇന്നോവേറ്റ് ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്താൽ 10 കിട്ടും അല്ലേ? ഞാൻ ഫസ്റ്റ് പ്രാവശ്യമേ പറഞ്ഞു ഗ്രൂപ്പ് യൂസ് ചെയ്യുമ്പോൾ അവരും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അവരും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ എങ്ങനെ ഉണ്ട്, ക്ലംസി ആയിട്ടുമുണ്ട്. എന്താ ചെയ്യും? പ്രതീഷ് അനീഷ്, നിങ്ങളുടെ ടോട്ടൽ സ്കോർ ആസ് ഓഫ് നൗ ഇസ് 15 on 20. മാസ്റ്റർ 10 തന്നാൽ പോലും 25 ആകുള്ളൂ. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ സെമി ഫൈനൽസിൽ ഇത്രയും ഫേസസ് പോകേണ്ട വന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് നിങ്ങൾ പോലും കാഴ്ചവെക്കുന്നില്ല. എനിക്കറിയില്ല. വാട്ട് എവർ മേ ദ റീസൺ ബി, ലെറ്റ് ദ ബെസ്റ്റ് ഹാപ്പൻ ആൻഡ് മേ ദ ബെസ്റ്റ് പെയർ വിൻ. അത്രയും പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇന്നത്തെ ഈ എപ്പിസോഡിൽ കുറച്ച് ഫണ്ണുണ്ട്, കുറച്ച് വിഷമമുണ്ട്, എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ബട്ട് വി ഹാവ് തിങ്സ് ടു ഡു നൗ. ഇനി ദ ബെസ്റ്റ് മൊമെൻറ്റ് ഓഫ് ദി ഡേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത്, ആൻഡ് പണിഷ്മെൻറ്റ് ഓഫ് ദി ഡേ ഡെഫിനറ്റ്ലി ഉണ്ടാകുമെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ അതും, ഇത് രണ്ടും നടത്തേണ്ടതായിട്ടിരിക്കുന്നു. അതിന് വിനോദ്, പ്ലീസ് ജോയിൻ us. ബെസ്റ്റ് മൂവ്മെന്റ്സ് ഓഫ് ദി ഡേ. ശ്രുതി. ശ്രുതി, ആ കിരീടം എടുത്ത് വെക്കേ. യു ആർ ദി ഏപ്രിൽ ഫൂൾ. എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ സത്യം കേട്ടോ, ഞാൻ ഇതൊരു 50 വയസ്സ് പറഞ്ഞു ഞാൻ ഉണ്ടായിട്ടേ ഇല്ല ആ രീതിയിൽ. ബെസ്റ്റ് പണിഷ്മെന്റ് ഓഫ് ദി ഡേ. പ്രതീഷ് അനീഷ്, இப்போ எந்த பனிஷ்மெண்ட்னா ശ്രുതി അവിടെ വരും. നീ ഏത് ചെയ്യണോ, ആടണ ഇല്ല മങ്കിന്റെ നിങ്ങൾ ടീം നോക്കി ഇങ്ങനെ ചെയ്യണം. ശ്രുതിയെ ചിരിക്ക വെക്കണം. ഫുൾ എത്ര ചിരിക്കണോ അത്ര മാർക്കിടാ உங்களுக்கு. ഓക്കെ, ഇവരിപ്പോ ശ്രുതി അവിടെ പോലാം. ഇത് ഓക്കെ. അവര് ചിരിക്ക വെച്ചാ എന്റെ സൈഡിലെന്ത് ചിരിക്ക വെക്കണം. മനസ്സിലായില്ല? അവൾ ചിരിക്ക വെക്കണം. അതാണ് നിങ്ങളുടെ പണിഷ്മെന്റ്. ഏത് വേണാലും ചെയ്യാം. സാങ് വേണ സാങ് ഇട്ട് നിങ്ങൾ ഇഷ്ടം. സാങ് വേണ സാങ് ഇടാം,
സോങ് വേണമെന്നാ നിങ്ങളെ ആക്ടിങ് ചെയ്യാൻ ഏത് ചെയ്താലും മൈക്ക് വേണം മൈക്ക് കൂടെ കൊടുക്കാം ഏത് വേണം ബട്ട് പക്ഷെ ശ്രുതി ചിരിക്കണം ഓക്കെ യുവർ ടൈം ശ്രുതി അവിടെ ശ്രുതി അവിടെ പോണ ഇല്ല ഇവിടെ ഇല്ല വാ ഇവിടെ ഇങ്ങനെ നിന്നാ കമ്മ്യൂണിക്കേഷൻ നടക്കൂല വാ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ മാസമാ ആറ് മാസമാ യങ്ങി തവിച്ചനെ പൂങ്കൊടിക്ക് വാരമാ സിലപ്പല്ല വാരമാ കത്തുക്കടന്തേനെ പൂവിരിക്ക് കണ്ണോടങ്ങളെ ശരി മടുക്കല്ല എടുക്കല്ല വായി സിരിക്കല്ല കൈ കൊടുക്കല കാൽ നടക്കല അന്ത വെറുപ്പുള്ള ഒന്നും പുരിയല മാസമാ മാസമാ എങ്കി തവിച്ചേ മാസമാ ആറ് മാസമാ എങ്കി തവിച്ചേ പൂങ്കൊടിക്ക് അനീഷ് അയ്യോ ഹൗ സ്വീറ്റ് ഓഫ് ദിസ് ഗേൾ അനീഷ് സാരി ഇവിടെ നിന്നാ മതിയായിരുന്നു എന്നാ ഇവര് കോമാളിത്തരം കാണിച്ച് തലകുത്തി പറഞ്ഞാലും അവള് ചിരിക്കില്ല എന്നെ ചൂസ് ചെയ്താണ് പക്ഷെ നന്നായി ചിരിപ്പിച്ചു. ഏറ്റവും പ്രശ്നം അനീഷിനെ നോക്കിയാൽ തന്നെ ചിരി വരും അവരൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ ലാസ്റ്റത്തെ എക്സ്പ്രഷൻ ആയിരുന്നു വരുന്നോന്ന് അയ്യടാ അനീഷ് കലക്കിടാ കലക്കി അങ്ങനെ ഇത് പ്രസൻസ് ഓഫ് മൈൻഡ് എത്ര ഉണ്ട് നല്ല ടാലന്റ് ഉള്ള ആൾക്കടാ മാർക്കെല്ലാം ഇങ്ങനെ ഒരു മാർക്കെല്ലാം മേടിക്കാൻ പാടില്ല ഓക്കെ അല്ല അനീഷ് വിളിച്ചത് കേട്ടോ നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെയായിരുന്നു ആ വിളി മൊത്തം കൊരങ്ങിന്റെ സ്റ്റെപ്പ് ലെറ്റ്സ് ഡാൻസ് ചെയ്യുമ്പോ മരത്തെ കയറി കാട്ടിലേക്ക് പോവാന്ന പേടി മാസ്റ്റർ ടാസ്ക് സക്സസ്ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തു മങ്കി ബോയ്സ് സോ എങ്ങളുടെ പോയിന്റിൽ ഇருந்து இன்னும் ഒരു പോയിന്റ് കൂടി 8 on 10 8 on 10 how about you നിങ്ങളുടെ പോയിന്റ് 8 ഓ അങ്ങനെ ഒരു രക്ഷപ്പെട്ടുന്ന സ്കോറിലേക്ക് എത്തിയിട്ടുണ്ട് 8 on 10 ഈച്ച് അപ്പോൾ നീ ടോട്ടൽ സ്കോർ ഇപ്പോൾ 20-ൽ 16 അയ്യോ ശ്രുതിയെ നോക്കൂ അപ്പോൾ ഹൗ സ്വീറ്റ് വാ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വൈൻഡപ്പ് പറയാം ബിക്കോസ് നമ്മുടെ എന്റെ ഫാമിലിയില് ഒന്നുമില്ല എല്ലാരും ഞാൻ ഡൈവോഴ്സ് ചെയ്തു പ്രേക്ഷകർ കണ്ടോണ്ടിരുന്നു ഇവിടെ വന്നപ്പോ മുതൽ എല്ലാ പണിയും തരുന്നത് എനിക്കിട്ടാ എന്നെ ഇവിടെ വേറൊരു നല്ല ഓപ്ഷൻ ഇല്ല വേറെ നല്ല ചോയ്സ് ഇല്ല ഇന്ന എപ്പിസോഡ് ഏപ്രിൽ ഫുള്ള് എങ്ങനെ സൂപ്പർ ആയിട്ട് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഈ അടുത്തൊന്നും കരഞ്ഞിട്ടില്ല എന്നെ ഇപ്പോഴും എന്നെ നെഞ്ച് പൊട്ടിപ്പോ എനിക്ക് അറിയില്ല ഭയങ്കരമായിട്ട് ഫീലിംഗ് അയ്യോ എനിക്ക് പിന്നെ സങ്കടം വരുന്നു ഞാനൊന്ന് പോയെന്ന് നീ എവിടെയെങ്കിലും പോയി എന്താ ഇനി കരയണ്ട ഇനി നമ്മുടെ മുത്തേ കരയണ്ട അയ്യോ സാരിയോ എന്തൊരു ഇടിയായിരുന്നു ഇവിടെ കിടന്നോണ്ട് സത്യം കേട്ടോ ഞാൻ പേടിച്ചു പോയി അല്ല സാരിയുടെ കണ്ണീന്നൊക്കെ വെള്ളം വന്നപ്പോ ഞാൻ വിചാരിച്ചു ശരിക്കും ആദ്യം ഞാൻ വിചാരിച്ചത് പറ്റിക്കലാണ് ജീനുവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇത് എന്റെ അടുത്തേക്കാന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ലാസ്റ്റ് എനിക്ക് സാരിയുടെ കണ്ണീന്ന് വെള്ളം വന്നപ്പോ അയ്യോ ഏറ്റവും പ്രശ്നമായി പിന്നെ ഞാൻ എന്റെ കണ്ണീര് നീ കണ്ടില്ലേ ഇവിടെ കിടന്ന് കരഞ്ഞ് ഒലിപ്പിച്ച് കഷ്ടപ്പെട്ട ഞാനാ ജീനു എപ്പോഴും കഴിയും ജീനു എപ്പോഴും കരയുന്നുണ്ടോ ഞാനത് കാര്യമാക്കി എടുത്തില്ല എന്നെ ഏറ്റവും വലിയത് ജീനോടോടെ നിൽക്കണം മാസ്റ്റർ കൂടെ നിക്കണോ എനിക്കറിയില്ല പോ ജീനുവോட ആക്ടിങ് വന്ന് കലക്കി അതാണ് സ്റ്റാർട്ട് അയ്യോ ഇപ്പൊ തന്നെ മാസ്റ്റർ പറഞ്ഞു നീ വന്ന് ഒരു നല്ല ക്യാരക്ടർ റോൾസ് നിനക്ക് കിട്ടും മലയാളത്തില് നീ ചെയ്യണം പറഞ്ഞു അല്ല ഞാൻ ആക്ച്വലി ആദ്യം വിചാരിച്ച സുധീനെ സപ്പോർട്ട് ചെയ്യാമെന്നാണ് പക്ഷെ ഞാൻ ഇവളെ സപ്പോർട്ട് ചെയ്ത ഇവള് ഒരിക്കലും കരയില്ല ഞാനുള്ള ധൈര്യത്തിൽ ഇവള് നിൽക്കും അതാണ് അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇവളെ എതിർത്തത് ആകെ ഒരു കൈ സരയുവാ ഞാൻ നോക്കുമ്പോ സരയും എന്റെ നേരെ തിരിഞ്ഞപ്പോ എന്റെ എല്ലാ കൺട്രോളും അതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ കുറുമാറിയത് സോറി യെസ് എന്താണ് ഇനി ഇവിടെ ഒരു ഡിസ്കഷൻ
അല്ല ഇവിടെ നടന്ന സംഭവത്തെ കണ്ട് മറ്റ കണ്ടസ്റ്റൻസ് നമ്മളുടെ കോർഡിനേറ്റർ ബാലു എല്ലാരും പേടിച്ചുള്ള വന്നു. അയ്യോ എന്തായി. സത്യം പറ, ഈ ഒരു കാര്യത്തെ പറ്റി അറിയാമായിരുന്നത് നമ്മള് ഇത്രയും പേർക്ക്, പിന്നെ സിൽജോ ചേട്ടന്, പിന്നെ വേറെ ആർക്കെങ്കിലും ഇവിടെ അറിയായിരുന്നോ? ഇല്ലല്ലോ, അറിയായിരുന്നു. അങ്ങനെ 1-2 ക്രൂസിന് ബാക്കി ആർക്കും അറിയില്ല. എല്ലാരും ഇങ്ങനെ അയ്യോ എന്താണ് ഈ സംഭവിക്കുന്നത്, ഞങ്ങൾ പുറത്തേക്ക് ഓടിയില്ലേ, അവിടെ പോയിട്ട് ഒടുക്കത്തെ ശരിയായിരുന്നു. എന്റെ ഏറ്റവും വിഷമം 150ാമത്തെ എപ്പിസോഡിൽ കേക്ക് ഉണ്ടാവുമല്ലോ, ഇനിയിപ്പൊ അതും കിട്ടൂല. ഇതെല്ലാം കൂടെ പോയാ ഫിനാലെ പോവാണ്ട് വൈൻഡപ്പ് ആവോന്നൊക്കെ കേക്കും കിട്ടൂല. ആകെ നിക്കണേ. ജിനു ரொம்ப ரொம்ப பயந்தது வந்து மங்கி பாய்ஸ் தான். மங்கி பாய்ஸ் அவளுக்கு என்ன பேடினா எங்கள்ட்ட டான்ஸ் കണ്ട പിന്നെ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ആയിന്. അല്ല എന്താ എന്ത് തോന്നി അനീഷ്? അവര് ഡോങ്കി ഒന്നാമത് ഡാൻസും ഇഷ്ടപ്പെട്ടില്ല, ഇനി അതിന്റെ പേരിൽ മാർക്ക് കൂടെ കുറയ്ക്കുമെന്ന് പേടിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അല്ലെ ഇടിവെട്ട് ഏറ്റവന്റെ തലയില്. സോനുവിനോട് 1000 വട്ടം ചോദിച്ചു, സോനു ഇത് ഡ്രാമയല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, അതാണ് ഇതാണ്. എന്റെ പൊന്നോ നിങ്ങൾ ഗ്രേറ്റ് ആക്ടേഴ്സ്, സമ്മതിച്ചു. അയ്യോ ഞാൻ മാത്രം വണ്ടി പൊട്ടി. സത്യം ആ സമയത്ത് എനിക്ക് അങ്ങനെ സങ്കടവും വന്നിട്ട് എനിക്കൊന്ന് എന്തോ ശരിക്കൊക്കെ നടക്കണ പോലെ തോന്നിപ്പോയി. വൈൻഡപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്ന് April 1 ആയിരുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ വിഡ്ഢികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷനായി നമ്മളുടെ ശ്രുതി ഇന്ന് മാറി. ശ്രുതി ശശിയായി. ശശി ശ്രുതിയെ ഓൾറെഡി പക്ഷേ നമ്മളെല്ലാരും ടാർഗറ്റ് ചെയ്തത് ഇവിടെയാണ്. എന്തുകൊണ്ടാ? ആകെ ഇവിടെ കുറച്ച് കള്ളത്തരം കുറവുള്ളതും കുറച്ച് ഇന്നസെന്റ് ആയിട്ടുള്ള മാത്രമാണ്. ഓക്കെ, അപ്പൊ ശ്രുതിക്ക് നല്ലൊരു കൈഡി കൊടുക്കും പ്ലീസ് എല്ലാവരും ചേർന്ന്. ഓക്കെ ശ്രുതി, അപ്പോൾ നമ്മുടെ മറ്റൊരു സംഭവബഹുലമായ എപ്പിസോഡ്, ഈ April 1 സ്പെഷ്യൽ എപ്പിസോഡ് ഇന്ന് അവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു, എസ്പെഷ്യലി ശ്രുതിയുടെ ഫാമിലിക്ക്. ആൻഡ് ഇതുപോലുള്ള April Fools ആക്കണമല്ല, ബാക്കി ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നത് വരേക്കും ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം ഓൾ ഓഫ് us here on Let's Dance. All of us here on. Okay, all of us together. Let's Dance season 3. பூங்கொடிக்கு மாசமா